ഈ മണിശങ്കർ അയ്യർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുഭരണം തുടരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മണിശങ്കർ അയ്യർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ 2031 ഏറ്റവും ശ്രദ്ധേയമായ അവതരണം മണിശങ്കർ അയ്യരുടേതായിരുന്നു. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഈ സെമിനാറിനെതിരായിട്ട് വലിയ പ്രചരണമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം. ഇവരാരും ഈ സെമിനാറിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുക കൂടി ചെയ്ത നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. അതായത് 2031 വിഷൻ ചർച്ചയ്ക്ക് വികസനവും ജനാധിപത്യവും എന്നുള്ള വിഷയം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പങ്കെടുക്കാൻ തീരുമാനിച്ചവർക്കെതിരായിട്ട് കത്തയക്കുന്ന നിലയാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി സ്വപ്നം കണ്ട് എന്ന് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ രാമരാജ്യ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഗ്രാമസ്വരാജ്. അത് ഗാന്ധിജി തന്നെ മുന്നോട്ടേക്ക് വെച്ച കാര്യമാണ്. ആ കാര്യത്തിൽ ഏറെ മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നാണ് പല വിദഗ്ധന്മാരും വികേന്ദ്രീകൃത ആസൂത്രണത്തെ സംബന്ധിച്ച് പരാമർശിച്ചത്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൻ്റെ ഈ വികസന പാത ലോകത്തിന് മാതൃകയാവുന്ന ഒന്നാണെന്ന് ഈ പരിപാടി തന്നെ ഭാഗമായിട്ട് പങ്കെടുത്ത ഏറ്റവും പ്രമുഖനായ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നോബൽ സമ്മാനം നേടിയിട്ടുള്ളതും ലോകമറിയപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് അമർത്യ സെൻ. നേരിട്ട് പങ്കെടുക്കാനാവാത്തതുകൊണ്ട് ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പങ്കെടുത്തത്. കേരളത്തിൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മോഡൽ ലോകവ്യാപകമായ പഠനത്തിന് വിധേയമാക്കണം എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ഇവിടെ ഞങ്ങൾക്കെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഈ കേരളത്തിൻ്റെ പ്രത്യേക വളർച്ചയുടെ പ്രത്യേകതയെ ഫലപ്രദമായിട്ടാണ് അമർത്യ സെൻ ഇന്ന് ഞാനും നിങ്ങളൊക്കെ വായിച്ച വാർത്തയിലും അതുപോലെ തന്നെ ഇന്നലത്തെ വാർത്താ പ്രക്ഷേപണത്തിന് ഈ ഭാഗമായിട്ട് കേട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം നേടിയിട്ടുള്ള അതുല്യമായ നേട്ടം എന്താണെന്ന് അദ്ദേഹം മുമ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 1956-57 ആദ്യമായിട്ട് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, കോഫി ഹൗസിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ കേരളം എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ വികസിപ്പിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ആശങ്കയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അന്നും ഒരു ഇടതുപക്ഷ ശക്തിക്ക് മാത്രമേ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ എന്നുള്ള ഉറച്ച ധാരണക്കാരനായിരുന്നു ഞാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ഇന്നത്തെ കേരളത്തെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത്, അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് വെറുതെ ഞാൻ ചായ വാങ്ങിക്കൊടുക്കും, കാഫി വാങ്ങിക്കൊടുക്കും എന്ന് ആ ഒരു കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്.